ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ രാവിലത്തെ കുക്കിങ്ങും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായും പോയി. 5 മണിക്ക് അലാം വെച്ചാണ്. ആരും അപ്പം തന്നെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ അവനെ ഉറക്കാനായിട്ട് ഞാൻ കൂടെ കിടന്നാണേ. അപ്പോൾ ഞാനും കിടന്നാണ് ഉറങ്ങിപ്പോയി. ഏകദേശം ഒരു 5:45 കഴിഞ്ഞിട്ടോ പിന്നെ എഴുന്നേറ്റപ്പോൾ. അപ്പം തന്നെ വേഗം വന്ന് അരിക്കിട്ടു കേട്ടോ. ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒക്കെ ചെയ്തത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഓർത്തില്ല ആഹിൽ ഇന്ന് ഇഡ്ഡലിയാണ് കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പൊ ചോറായും തന്നെ ഇടുകയും ചെയ്തു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും അതിനിപ്പോ നാളത്തേക്ക് കൂടി എടുക്കേണ്ടി വരും. പക്ഷെ കഴിഞ്ഞ ഉടനെ തന്നെ ജോലികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ ചട്നിയും ഉണ്ടാക്കാനുണ്ടായിരുന്നു. ആഹിൽ അല്ലെങ്കിൽ തന്നെ എപ്പോഴും പരാതിയാണ് ചട്നി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ക്ലാസ്സിൽ ചട്നി കൊടുത്തുവിടാൻ എനിക്ക് അത്ര ധൈര്യമില്ല കേട്ടോ. കാരണം ചീത്തയായാലോ എന്നൊരു നല്ലൊരു പേടിയുണ്ട്. ഞാൻ ഒന്നാമത്തിൽ തിളപ്പിച്ചിട്ടൊന്നും അല്ല തേങ്ങ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലത്തേക്ക് ചട്നി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവൻ്റെ പരാതിയോട് മാറട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേറെ എന്താ ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്, സാമ്പാറും റെഡിയാക്കിയിട്ടുണ്ട്, ഇഡ്ഡലിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ഞാൻ വിചാരിച്ചത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. എപ്പോഴും ഒരേപോലെ ഇരിക്കില്ലല്ലോ, ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ അബദ്ധങ്ങൾ പറ്റും. എന്നാലും കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചത്ര പെർഫെക്റ്റ് ആയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആഹിലൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാണ്ടോ. അപ്പം ഞാൻ കോഫി എനിക്ക് രാവിലെ ഉണ്ടാക്കാനേ പറ്റിയില്ല. കാരണം കുട്ടികൾ അപ്പോഴത്തേനും ട്യൂഷന് വന്നു. പിന്നെ ധൃതി പിടിച്ചാണ് ട്യൂഷനൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ആഹിൽ പോയതിന് ശേഷമാണ് ഞാൻ എന്താ കോഫി കുടിക്കുന്നത്. ആലിമിനെ ബ്രഷ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ മൊബൈലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ. സാമ്പാറും ചട്നി എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് മാത്രമേ ആലിമ് സാമ്പാറിൽ നിന്ന് കഴിക്കുള്ളൂ കേട്ടോ. പക്ഷേ ഈ സാമ്പാർ കണ്ടപ്പോഴത്തേനും അവനത് വേണ്ട, ചട്നി മതി എന്ന് പറഞ്ഞു കേട്ടോ. ചട്നിയാണ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടം. എനിക്കാണെങ്കിലും ചട്നി തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇഡ്ഡലി എന്താ പറ്റിയെന്ന് വെച്ചാൽ തീരെ എന്താ പറയുക, കനം കുറഞ്ഞ പോലെ ആയിപ്പോട്ടോ. അതിപ്പോൾ ഇഡ്ഡലി ചെമ്പിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഇവിടെ 2 ഇഡ്ഡലി ചെമ്പുണ്ട് കേട്ടോ. ഒന്ന് അലൂമിനിയത്തിൻ്റെ ഉണ്ട്, ഒന്ന് സ്റ്റീലിൻ്റെ ഉണ്ട്. അലൂമിനിയത്തിൻ്റെ കുറച്ചുകൂടി കുഴിയുള്ള ടൈപ്പാണ്. അപ്പം നല്ല ഷേപ്പിൽ കിട്ടും. ഇതെന്ന് വെച്ചാൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്നാലും ഇഡ്ഡലിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച ആ ഒരു എന്താ പറയുക ഉരുണ്ടിരിക്കുന്ന ഇഡ്ഡലിയില്ലേ, അങ്ങനെ കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മാവൊക്കെ സൂപ്പറായിട്ട് പൊങ്ങി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചട്നി തന്നെയാണ് എടുത്തേക്കുന്നത്. സാമ്പാർ പിന്നെ കൂടെ അടുത്ത് വെച്ചതാണ്. ഇനി അവൻ സാമ്പാർ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ സാമ്പാർ ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ ചട്നി ആകുമ്പോൾ ആളിങ്ങനെ ഇഡ്ഡലി എടുത്തിട്ട് ഇങ്ങനെ മുക്കി അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണേ. നമുക്ക് ഷോപ്പിലും കിട്ടുന്ന സംഭവം തന്നെയാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഇതെനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനമാണ്. എന്ന് വെച്ചാൽ എന്നെപ്പോലെ വെള്ളം കുടിക്കാൻ മടിച്ചികളായിട്ടുള്ളവർക്ക്, മടിച്ചികളും മടിയന്മാരോ കേട്ടോ, അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെള്ളം കൂടി ഭയങ്കര കുറവാണ്. അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ പല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ടൈം വെച്ചിട്ടൊക്കെ കുടിക്കാൻ നോക്കും. അലാം വെച്ചിട്ട് മറന്നു പോകാണ്ടിരിക്കാൻ. ഞാൻ വെള്ളം ഭയങ്കര കുറവാണ് കുടിക്കുന്നത്. പിന്നെ അതല്ലാണ്ട് ബോട്ടിലൊക്കെ എടുത്ത് നോക്കി കേട്ടോ. ഇപ്പോൾ ഓരോ ബോട്ടിൽ അങ്ങനെ അളവ് വെച്ച് കുടിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ കുടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആയാലും വന്ന് കുടിക്കും. അപ്പോൾ അങ്ങനെ പിന്നെയും കുളവും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഇതേപോലെ ml അളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലിറ്ററിൻ്റെ ആണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായത് അതല്ല കേട്ടോ. അത് ഈ ഒരു ടൈം കണ്ടോ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് 9 AM 11 AM അങ്ങനെ ടൈം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊടുത്തേക്കണ കൊണ്ട് നമ്മൾ ആ ടൈം നോക്കിയിട്ട് കുടിക്കാൻ തോന്നും നമുക്ക്. മറ്റേത് ലിറ്ററിൻ്റെ കണക്കൊന്നും കണ്ടാലും നമ്മൾ കുടിക്കില്ലല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ ഓരോ ടൈം വരുമ്പോഴത്തേനും അയ്യോ ഈ സമയത്ത് കുടിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് വേഗം പോയി എടുത്ത് കുടിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ മാസം ആദ്യം വാങ്ങിച്ചാണേ.
അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നാളായിട്ട് ഇങ്ങനെ കുടിക്കാറുണ്ട്, മുടങ്ങിയിട്ടില്ല കേട്ടോ ഈ ഒരു വെള്ളം കുടി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കുടിക്കാൻ പറ്റണത്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. കുട്ടികളൊക്കെ കുടിക്കുന്ന ആ ഒരു ബോട്ടിലില്ലേ അതേപോലെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഈ സ്ട്രോ ഇല്ലാണ്ടും കുടിക്കാം, സ്ട്രോ ഇട്ടിട്ടും കുടിക്കാം, അത് നമ്മളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 3 പീസായിട്ടാണ് വരുന്നത്, ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കിത് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. കാരണം ഈ ഒരു കുട്ടികളുടെ എന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടിരിക്കുമല്ലോ, ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ഇടുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ കുറേ ചെക്ക് ചെയ്ത് നോക്കി, പിന്നെ മനസ്സിലായി അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, എനിക്ക് അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 200 സംതിങ്ങിനെ വാങ്ങിച്ചത്. അതിൽ കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കി കുറച്ചുകൂടി നല്ല മെറ്റീരിയൽ അങ്ങനെ നോക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ആദ്യം തുടങ്ങി സ്റ്റാർട്ടിങ്ങിലേ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. അപ്പോൾ 9 മണി വരെ ഉള്ളത് ഞാൻ കുടിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് കുടിച്ചാൽ പോരാട്ടെ, ഇതിലും കുടിക്കണമെന്നാണ്, എങ്കിൽ ഇതെങ്കിലും കുടിക്കണമല്ലോ. അപ്പം ഇന്നിപ്പോൾ വീട് തുടക്കലൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് വീടൊന്ന് അടിച്ചിട്ടിട്ടുണ്ട്. ഇന്നലെ നമ്മൾ തുടച്ചാണ്. പിന്നെ ഇപ്പോൾ ചെടികളൊക്കെ ഒന്ന് വാടി നിൽക്കുന്നുണ്ട്. ബോഗൺവില്ലയുടെ കൊമ്പൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർത്തെന്നാൽ പിന്നെ കുറച്ച് കൊമ്പൊക്കെ വെട്ടി ഒന്ന് നട്ട് നോക്കാം, പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. നമ്മളൊരു 10 നടുമ്പോഴാണല്ലോ 2 പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കുറച്ച് ചട്ടികളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഞാൻ ചെടിയൊന്ന് നനച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നനയ്ക്കുന്ന പോലെ സ്ലറിയും ഒക്കെ ചേർത്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും കൊമ്പ് ഞാൻ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ചെയ്യിച്ചാണ് കേട്ടോ. ഞാൻ ഇതേപോലെ എനിക്ക് ചെടി വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഇങ്ങനെ കുറച്ച് ഐറ്റംസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ചെയ്താണ്. അപ്പോൾ പോട്ടുകൾ ഒരുപാട് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മേളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇതാണ് എൻ്റെ ജോലി. അപ്പോൾ കുറേ ബോഗൺവില്ലാസിൻ്റെ കമ്പുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഓരോന്നും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഓരോന്നും നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ, കൂടാതെ ലൈക്കും ചെയ്തേക്കണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ ഒരു സൈഡാകുമ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പം നമ്മൾ വേനൽക്കാലത്ത് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ ഈ പൂക്കൾ കാണാൻ പറ്റും താഴെ നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ട്യൂഷൻ എടുക്കുമ്പോഴും കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ബോഗൺവില്ലാസ് തന്നെ ഇവിടെ തടാന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് കൂടുതൽ ഇപ്പോൾ ചട്ടികളിൽ കൂടുതലും ബോഗൺവില്ലാസും മുളകും തൈയൊക്കെയാണ് കേട്ടോ. ഞാൻ മറ്റുള്ള ചെടികളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഇപ്പുറത്ത് കുറേ ബോഗൺവില്ലാസ് ഭയങ്കര നീണ്ട് വളർന്നങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചുണ്ട്. ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ ആ ഒരു പൂക്കൾ ഉണ്ടാവുന്ന ആ ഒരു ടൈമിന് തൊട്ട് മുന്നേ കട്ട് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ താഴേക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇലകളൊക്കെ കൊഴിഞ്ഞു വീണിട്ടുണ്ട്, അതേപോലെ നല്ലപോലെ മണ്ണൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അടുത്ത ജോലി അതാണ്. അതിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഇതിപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ സ്നാക്സൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിപ്പൊടിയും കൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു മുറുക്കാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, അരിപ്പൊടിയിൽ നമ്മൾ മുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാവുമ്പോൾ അപ്പോൾ തന്നെ കഴിക്കാമല്ലോ. കുറച്ച് മാത്രം മാവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലിരിക്കുന്നതല്ലാണ്ട് ഇതിന് മുന്നേ ഇത്രയും തന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. കുട്ടികളത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ചോദിച്ചു. അപ്പോൾ എടുത്ത മാവ് അങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതായത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ആലുമൊന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ തീരുന്നതിനനുസരിച്ച്.
അപ്പൊ ആലിമ വന്ന് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് കേട്ടോ, തരുമോന്ന് പറഞ്ഞ് ചോദിക്കുന്നത് ഈ സ്നാക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടി എടുത്തിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. ഇത്രയും കൂടി ഉള്ളൂ. അപ്പോൾ ആലിമ എല്ലാം പെറുക്കി പെറുക്കി ഇങ്ങനെ അവൻ്റെ പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ആഹിലും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വൈകുന്നേരം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പാത്രങ്ങൾ ഞാൻ കഴുകി വെക്കലാണ്, ആഹിലാണ് കേട്ടോ അതൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ആലിമിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ എടുത്തു വെക്കുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ആലിമ ഇങ്ങനെ നമ്മൾ ചെയ്യണത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ അവനെത്തുന്നതിന് മുന്നേ എല്ലാം തുറന്നിങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ, എവിടെ വെക്കണ്ടേന്നുള്ളത് കണ്ട കറക്റ്റായിട്ട് അവിടെ തന്നെ കണ്ട ഞാൻ പാത്രങ്ങൾ വെക്കുന്നേ. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ് ഓരോ പാത്രങ്ങൾ അവനിങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പോൾ ഞാനങ്ങനെ അതങ്ങനെ വീഡിയോ എടുത്താണേ. അപ്പം ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കട്ടെ. രാവിലെ ഇഡ്ഡലി ആയിരുന്നു, അപ്പോൾ പിന്നെ വൈകിട്ട് ദോശയാണല്ലോ. അപ്പോൾ അത് ഈ ഒരു കല്ലും ഈ ദോശക്കല്ലും ഇതേപോലെ ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചാണ് കേട്ടോ. ആദ്യത്തെ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത്. പക്ഷെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ പിന്നെ എടുക്കാണ്ടായി. പിന്നെ ഞാൻ ഓർത്തു ഇതിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടക്കം ഇതേപോലെ തന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറച്ച് നാളായി നമ്മൾ എടുത്തിട്ട്. പിന്നെ ഞാൻ സവാളയൊക്കെ ഇട്ട് വഴറ്റി മാറ്റിയതിന് ശേഷം തന്നെയാണ് കേട്ടോ ഈ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്ലോപ്പായി പോയിട്ടോ. ഈ ഒരു സൈഡിൽ കിടക്കുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും. ആദ്യത്തെ മൊത്തം അടി പിടിച്ച് ആകെ കൊളായിപ്പോയി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം നോൺ സ്റ്റിക്കിലാണ് ദോശ ഉണ്ടാക്കിയത്. അതിന് ശേഷമാണ് ഈ ഒരു ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉമ്മച്ചിയുടെയൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഉമ്മച്ചിയുടെ ഉമ്മയൊക്കെ ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ മുമ്പ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ അതാ സക്സസ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നീട് അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഫസ്റ്റ് ടൈം നമുക്കൊന്ന് എടുക്കാനായിട്ടൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒന്ന് സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ സാമ്പാർ തന്നെയാണ് കേട്ടോ കറി, രാവിലത്തെ കറിയാണ്. അപ്പോൾ ഇത്രത്തോളം ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.